പെരുമ്പാവൂർ തണ്ടേക്കാട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡരികിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒന്നും രണ്ടുമല്ല, ഒരു വർഷമായി. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കാനുള്ള കൂറ്റൻ പൈപ്പുകളാണ് കാൽനട യാത്രക്കാർക്ക് ഇപ്പോൾ തടസ്സമാകുന്നത്. തൊട്ടടുത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്നത് അപകടകരമായ സാഹചര്യത്തിലാണ്. എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും ജലവിതരണത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥാപിക്കുന്ന നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷെ പലയിടങ്ങളിലും ഒരു വർഷത്തോളമായി പൈപ്പുകൾ റോഡരികിൽ കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്ന വഴിക്ക് തണ്ടേക്കാട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണുള്ളത്. തണ്ടേക്കാട് ജംഗ്ഷനിലെ കാഴ്ചയാണിത്. ഏകദേശം ഒരു വർഷത്തോളമായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കാട് പിടിച്ചതുപോലെയാണ് ഈ പൈപ്പ് കിടക്കുന്ന ഭാഗമുള്ളത്. ഏകദേശം ഒരു വർഷത്തോളമായി ഇത് ഈ രീതിയിൽ തന്നെ കിടക്കുകയാണ്. റോഡിന്റെ രണ്ട് വശങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്നത്, അതായത് കാൽനട യാത്രക്കാർക്ക് ഗതാഗതം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഒരു ഗൌരവമായ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അടുത്താണ് തണ്ടേക്കാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ ഉള്ളത്. ആ പബ്ലിക് സ്കൂളിൽ 3800 വിദ്യാർത്ഥികളാണുള്ളത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത്. അവിടെ നിന്ന് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന വഴിയിലാണിത്. ഈ ഭാഗത്ത് ഏത് വഴിയിലൂടെയാണ് കുട്ടികൾ നടന്നു പോകേണ്ടത് എന്ന് വാട്ടർ അതോറിറ്റി തന്നെ വിവരിച്ചു തരേണ്ടി വരും. എത്ര നാളായി ഈ പൈപ്പ് ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നു? 1.5 വർഷമായി ഈ പൈപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ട്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ജലജീവൻ മിഷന്റെ പൈപ്പാണത്. പക്ഷെ ഇവിടെ നമ്മൾ പലവട്ടം PWDയും വാട്ടർ അതോറിറ്റിയും എല്ലാ ഓഫീസുകളിലും പോയിട്ട് പിക്കറ്റ് ചെയ്യുകയും പരാതികൾ പറഞ്ഞിട്ട് പോലും അതിനൊരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം ഈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ ലൈനിന്റെ രണ്ടും തീരാണ് നിൽക്കുന്നത്. 2 ടോർസ് പോയി കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികൾ പോകും? 1 കിലോമീറ്റർ ചുറ്റുള്ള കുട്ടികളെല്ലാം കാൽനടയായിട്ടാണ് വരുന്നത്. ഇവിടെ ഏകദേശം 3 മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ടേണിൽ തന്നെ. അപ്പോൾ ഒരു രീതിയിലും ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ പാസ് ചെയ്യുന്ന ഒരു റോഡാണ്. ആലുവ പെരുമ്പാവൂർ റോഡാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വാട്ടർ അതോറിറ്റി എല്ലാ ഉദ്യോഗസ്ഥന്മാരും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ഒരു 3-4 കുട്ടികൾ ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ട് വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് തോളത്ത് കൈയിട്ടാണ് കുട്ടികൾ നടക്കുന്നത്. അപ്പൊ അവര് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വണ്ടി വരുന്നുണ്ടോന്ന്. അപ്പൊ അവിടെ ടോർസ് ചവിട്ടി കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഇങ്ങോട്ട് നടന്നു പോകുന്നത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറമാണ് സ്കൂളുള്ളത്. അപ്പൊ ഈ കുട്ടികൾ, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു S മോളിലൊരു വളവാണ്. അവിടുന്ന് വന്ന വണ്ടി പിടുത്തം വിട്ട് വരുമ്പോ ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടി ഈ വളവ് കാണുന്നില്ല, കുട്ടികളെ കാണുന്നില്ല. ഇത് നാളെ വലിയൊരു ആപത്തിലേക്കാണ് ഇതിപ്പോ വന്നു ഇരിക്കണത്. ഒന്ന് മാറി നിൽക്കാനോ ഒന്ന് കയറി നിൽക്കാനോ ഒരു സൗകര്യവും ഇവിടെ ഇല്ല. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, കുട്ടികൾ വന്ന് ഈ പൈപ്പിന്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു വണ്ടി വരികയാണെങ്കിൽ, ചെറിയ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് അറിയാം 2 വണ്ടി കഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു വഴിയേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഉടനടി പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. തണ്ടേക്കാട് ജംഗ്ഷനിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ സൈഫിൻ സാലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.